അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ മുസ്ലിം ലീഗുകാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. ലീഗ് കമ്മിറ്റികൾ അറിയാതെയാണ് തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. ചെയ്ത ജോലിക്ക് അവർ കൃത്യമായി കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലൊരെണ്ണം ഇങ്ങനെയാണ്. പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു കാര്യമാണ്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി കാട്ടിയ ഒരു എടുത്തുചാട്ടത്തിന് ഇപ്പോൾ കിട്ടിയത് 8ന്റെ പണി. രണ്ടത്താണിക്ക് എങ്ങനെ 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു. സീറ്റും പോയി, മുസ്ലിം ലീഗിലെ പ്രവർത്തകർ നൽകിയിരുന്ന മാനവും പോയി. ഇതാ ലീഗിന്റെ സംഘടനകളുടെ തലപ്പത്തു നിന്ന് വരെ എടുത്ത് പുറത്താക്കി കളഞ്ഞു. മുസ്ലിം ലീഗുമായി ഇടഞ്ഞ് ഇടതുപക്ഷത്തേക്കെന്ന പ്രചാരണങ്ങൾക്കിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. ലീഗ് പ്രാദേശിക നേതാക്കളെ വീട്ടിലേക്ക് അയച്ചാണ് സാദിഖ് അലി തങ്ങൾ രണ്ടത്താണിയെ വിളിപ്പിച്ചത്. താൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് എന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അംഗീകൃത വ്യവസായ സംഘടനയായ കേരള സ്റ്റേറ്റ് SMEO സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഇനി സംഘടനയിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമില്ല, തിരിച്ചെടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതോടെ ആകെ തകർന്ന അവസ്ഥയിലാണ് രാഷ്ട്രീയ പാപ്പത്വത്തിലായ രണ്ടത്താണി. മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി ചോദ്യം ചെയ്യുകയും സംഘടനയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് കേരള സ്റ്റേറ്റ് SMEO സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് കൂടി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ചുളുവിൽ ലീഗിൽ താൻ പറയുന്ന സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു രണ്ടത്താണിക്ക്. പക്ഷേ എവിടെ നിന്നോ ചോർന്ന് കിട്ടിയ വിവരങ്ങൾ, ഒടുവിൽ രണ്ടത്താണിക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം സീറ്റില്ല. എന്നാൽ പിന്നെ KT ജലീലും മഞ്ഞളാംകുഴി അലിയും അടക്കം ചില ലീഗുകാർ പണ്ട് കാട്ടിയ അതേ വേല തന്നെ ഇറക്കി നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അത് പക്ഷേ വിനയായി. കാരണം ഇടത്തേക്കൊരു ചാട്ടം ചാടാൻ നോക്കി. ലീഗിനോടുള്ള അനാദരവായി രണ്ടത്താണിയുടെ ഈ പ്രവൃത്തിയെ ലീഗ് നേതൃത്വം കണ്ടു. ഇടത്തേക്ക് ചാടാനും പറ്റിയില്ല, തിരിച്ച് ലീഗിലേക്ക് ചാടാനും പറ്റാത്ത ഗതികേടിലാണ് രണ്ടത്താണി. പാർട്ടിക്കെതിരെ വിവാദ പ്രസ്താവന ഉണ്ടാക്കിയ ശേഷം തങ്ങളെ വന്ന് കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് മുസ്ലിം ലീഗിൽ സജീവമാകാൻ രണ്ടത്താണി തീരുമാനമെടുത്തു. പക്ഷേ ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം അങ്ങനെയല്ലായിരുന്നു. ഇത്രകാലം രണ്ടത്താണി സുഖിച്ച് തെളിഞ്ഞു നടന്നിരുന്ന കേരള സ്റ്റേറ്റ് SMEO വ്യവസായ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി തിരിച്ചെടുക്കണ്ട എന്ന് തീരുമാനിച്ചതായും പുതിയ പ്രസിഡന്റ് നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രം മതി എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MB അഫ്സലാണ് അറിയിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ചുമതല താൽക്കാലികമായി വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജിക്ക് നൽകുവാനും തീരുമാനമായതും MB അഫ്സൽ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് രണ്ടത്താണി ഇപ്പോൾ. അങ്ങനെ രണ്ടത്താണിക്ക് 8ന്റെ പണി തന്നെ ലീഗുകാർ നൽകി. കാരണം ഈ പദവികൾ, MLA സ്ഥാനം, അണികളുടെ ബഹുമാനം ഒന്നും രണ്ടത്താണി സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതല്ല. ഇതൊക്കെ പാർട്ടിയുടെ തണലിൽ പ്രവർത്തകർ ബഹുമാനത്തോടെ കൽപ്പിച്ച് തന്നെ നൽകിയതാണ്. ഇത് അവരത് തിരിച്ചെടുത്തിരിക്കുന്നു.